ഇപ്പൊ മലയാള സിനിമയിൽ സജീവമല്ല. അത് എന്തുകൊണ്ടാണ് സജീവമല്ലാത്തത്? സ്വയം സെലക്റ്റീവ് ആയതാണോ അതോ സംവിധായകർ വിളിക്കാത്തത് കൊണ്ടാണോ? എന്തുകൊണ്ടാണത്? സജീവനല്ലെന്നോ? സജീവമല്ല സിനിമയിൽ, മലയാള സിനിമയിൽ. പിന്നെ ഇംഗ്ലീഷിലാണ് സജീവൻ. അല്ല, എനിക്കത് വ്യക്തമല്ല. അതായത് ഇപ്പം മലയാള സിനിമയിൽ സജീവനാണെന്നോ? സജീവമല്ല. സജീവമല്ല എന്ന് മോൾ എത്ര പടം കണ്ടിട്ടുണ്ടല്ലേ? ഒന്നും കണ്ടിട്ടില്ലല്ലോ. കണ്ടിട്ടുണ്ട്. പടം കാണാറുണ്ടോ? സിനിമ കാണാറുണ്ട്. അത് ഇപ്പൊ ഇറങ്ങുന്ന ന്യൂ ജനറേഷൻ എന്നൊക്കെ പറയുന്ന ഇറങ്ങുന്ന ഈ കിസ്സിങ് മാത്രമുള്ള പടം അങ്ങനത്തെ ഉള്ളതാണ്. എല്ലാ പടം തെരഞ്ഞെടുത്ത് ഇവിടെ ആരും കാണാൻ പോവാറില്ല. ഫിലിം കാണുമ്പോഴല്ലേ നമ്മൾ അങ്ങനെ സംസാരിച്ചത് ശരിയായില്ല. അല്ല ശരിയാവി. എന്ത് ശരിയായി? എന്റെ ഒരു സിനിമ ഉണ്ടോ താൻ പറ. ഈ അടുത്ത് ഏതെടുത്ത ഫിലിം അല്ല, പക്ഷെ വെറുതെ അല്ല ഭാര്യ. ഈ അടുത്തിറങ്ങിയ ഫിലിം അല്ല. ഞാൻ 100 പടം കഴിഞ്ഞിടോ. സജീവല്ല ഞാൻ 4 പടം ചെയ്തോണ്ടിരിക്കുക. സജീവല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത് കാണുമില്ല, ഒന്നുമില്ല. റോള് ചെയ്തിട്ടുണ്ട്. എത്ര പഠിക്കണത്? വർക്ക് ചെയ്യുന്നു. എവിടെ വർക്ക് ചെയ്യുന്നു? പറയാൻ പറ്റില്ല. അതിനെ പഠിത്തം തോറ്റുപോയോ? പഠിച്ചപ്പോ തോറ്റുപോയോ? എന്നിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്? പറയാൻ പറ്റാത്ത സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത്. പഠിത്തം കഴിഞ്ഞിട്ടാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. പഠിത്തല്ലയോ? എന്തോ കുഴപ്പമുണ്ട് തോന്നുന്നു. അതെന്തായാലും കുഴപ്പം കാണില്ല. സജീവല്ല. ഞാൻ സജീവമാണെന്ന് താനാണ് നിശ്ചയിക്കുന്നത്. ഞാൻ ഇപ്പൊ സിനിമയിൽ കണ്ടോ ഇല്ലെന്ന് താൻ എങ്ങനെ അറിയണേ? ഞാൻ കാണുന്ന ഫിലിമിലൊന്നും ഏതാന്ന് താൻ കണ്ട സിനിമ? ഈ അടുത്തിറങ്ങിയ സിനിമ പറയൂ. ഇപ്പൊ ഏറ്റവും വലിയൊരു ഹിറ്റായി ഇപ്പൊ എറണാകുളത്ത് ഓടുന്ന ഒരു പടം ഉണ്ട്, അറിയാം? റോമൻസ്. കണ്ടോ മോൻ? കണ്ടോ റോമൻസ്? പടം കണ്ടോ? കഴിഞ്ഞിട്ടുള്ള പടം ഇറങ്ങിയിട്ടുണ്ട്. അല്ല, റോമൻസ് കണ്ടോ? കണ്ടില്ല. ഇന്നിറങ്ങിയ പടത്തിൽ ഞാനുണ്ടോന്നാണ് ചോദിച്ചത്. അല്ല, റോമൻസ് ഇറങ്ങിയിട്ട് കുറച്ച് നാളായല്ലോ. റോമൻസ് കണ്ടോ? അതിനകത്ത് മോൻ തന്നെ കണ്ടു. കഴിഞ്ഞിട്ടുള്ള ഫിലിം എല്ലാം വന്നു. അത് മോൻ കണ്ടോ? ആ പടം കണ്ടു. ആ പടത്തിനകത്ത് ഞാൻ ആരാ? ഏത് പടം? റോമൻസിലോ? റോമൻസിൽ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞല്ലോ. കണ്ടില്ല. ഞാൻ പറഞ്ഞിരുന്നു. റോമൻസ് കണ്ടില്ല. റോമൻസ് കണ്ടില്ല. ഇപ്പൊ ഇറങ്ങിയ പിക്മാൻ കണ്ടോ? ഇപ്പൊ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വെള്ളിയാഴ്ച അതിന്റെ റിലീസായിരുന്നു പിക്മാൻ. ജയസൂര്യ പടം കണ്ടോ? കേട്ടിട്ടില്ല. അപ്പൊ ആ കുട്ടി ആരാന്ന് ആ കുട്ടിക്ക് വരെ അറിയാൻ പാടില്ല. പിക്മാൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ പടം, അവര റബേക്ക എന്ന് പറയുന്ന ഡയറക്ടർ. അത് തകരച്ചണ്ട എന്ന് പറയുന്ന ദേശീയ അവാർഡ് കിട്ടിയ സിനിമ. നായികനെ അറിയുള്ളൂ. ഏതിനകത്തെ? പിക്മാനിലെ രമ്യ നമ്പീശൻ എന്ന് പറയുന്ന കുട്ടിയോ? വലിയ തിരക്ക് ഉള്ള കുട്ടിയാ. അപ്പൊ ഇറങ്ങുന്ന പടമൊക്കെ. അതെ, നിങ്ങൾ കോക്കസിന്റെ ആൾക്കാരാ. നിങ്ങൾക്ക് ഞങ്ങളൊക്കെ പാവപ്പെട്ട ആൾക്കാരുടെ പടമൊന്നും കാണാൻ പറ്റില്ല. നിങ്ങൾ എവിടെയും ചെന്നൊരു പടം കാണും. പിന്നെ പടം കാണാൻ പാവപ്പെട്ട ആളായതുകൊണ്ട് അങ്ങനെയാണോ പടം കാണാൻ പോകുന്നത്? പിന്നെ എന്താ പറയണത്? ഞങ്ങളുടെ പടം കാണുന്ന ഒരു എന്നെ പോലെയുള്ള ആൾക്കാരുടെ പടം 3 മാസം കൂടുമ്പോ ഒരെണ്ണം കണ്ടാൽ മതി. വലിയ സിനിമ നടനൊന്നുമല്ല. ഫിലിം കാണാൻ പോകുന്നത്. ഫിലിം കാണാൻ തിയേറ്ററിൽ എത്തുന്ന സമയത്താണ്. അപ്പൊ എന്റെ എത്ര പടം താൻ കണ്ടിട്ടുണ്ട്? ഇപ്പോ ഒരു ആൾ അഭിനയിച്ച പടം അയാൾ അഭിനയിച്ച പടം കൂടുതൽ കണ്ടിട്ടില്ല. ചിലപ്പോ നമ്മള് പോകുന്ന സമയത്തായിരിക്കും അയാൾ അതിലുണ്ടെന്ന് അറിയുന്നത്. അഭിനയിച്ച എത്ര ഫിലിം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് ചോദിച്ചാൽ ഒറ്റയടിക്ക് എനിക്ക് പറയാൻ പറ്റില്ല. ഈ എത്ര പ്രോഗ്രാം കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റയടിക്ക് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല. കാരണം വരുന്ന ഷോസ് ഒക്കെ നമ്മൾ ഒട്ടുമിക്കതും അതൊക്കെ സംഗതിയൊക്കെ ശരിയാ. പക്ഷെ ഈ പറഞ്ഞെന്ന് പറയാൻ സജീവമല്ല എന്ന് പറഞ്ഞപ്പോഴത്തേന് പടം കാണാതെ പറയരുത്. സജീവമല്ല എന്ന് പറയുമ്പോഴത്തേന് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഒരാളൊരു വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരാളൊരു പണിയെടുത്തോണ്ടിരിക്കുക. അയാളുടെ അടുത്ത് ഞാൻ ചോദിച്ചിട്ടൊക്കെ അതേപോലെ അട്ട് കിടക്കുമല്ലോ, ഒന്നും ഇല്ലല്ലേ, അതിന് വലിയ ആളൊന്നും ആയില്ലല്ലെന്ന് പറയൂ. അങ്ങനെയല്ല ചോദിച്ചതിന്റെ അർത്ഥം. ഫീൽ ചെയ്യാതിരിക്കുമോ അങ്ങനെ ഒരാളോട് തൊഴിലിനെ കുറിച്ച് സജീവമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇത് കേൾക്കാനിരിക്കും ആൾക്കാരാ. മറ്റേ ഒരു കുട്ടി പറഞ്ഞല്ലോ സജീവമല്ല, ഇപ്പൊ പണിയൊന്നും ഇല്ലെന്നേ. അല്ല, എന്നെ വീട്ടിൽ തന്നെയാണ് താൻ വന്നേക്കണേ. സജീവമല്ലാത്ത ഒരാളെ ഒരിക്കലും കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റാർ റാങ്കിങ്ങിന്റെ ഇന്റർവ്യൂവിൽ എടുത്തില്ല. ആ ചോദ്യം അങ്ങനെയല്ല. അല്ലെ പിന്നെ ചോദ്യത്തിന് മാറ്റം വരുത്തി ചോദിക്കണം. സജീവമല്ല എന്ന് പറയുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം?